ജീവിച്ചു തുടങ്ങും മുമ്പേ ഒരു 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഈ അടുത്തിടയിൽ നവോദയ സ്കൂളിൽ ആത്മഹത്യ ചെയ്തത്. അതിന് തൊട്ട് മുമ്പ് ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ആത്മഹത്യ ചെയ്തു വാർത്തയാണ് കേൾക്കുന്നത്. ഇതൊക്കെ എത്ര വലിയ ദുരന്തമാണ് നമ്മുടെ സമൂഹത്തിൽ. വലിയ പേരുകേട്ട സ്കൂളുകളിൽ പോലും ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ എവിടെയാണ് ഇതിൻ്റെ മിസ്റ്റേക്ക്? എവിടെയാണ് നമ്മൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യേണ്ടത്? വളരെ പ്രധാനമായിട്ടൊരു കാര്യം, ഈ ആധുനിക കാലത്ത് കുറേ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും പഠിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്നുള്ള ചിന്ത തന്നെ മാറേണ്ടിയിരിക്കുന്നു. കുറേ കോച്ചിങ്ങും ട്യൂഷനും കുറേ കുത്തി നിറയ്ക്കലും ഒന്നുമല്ല വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിയെയും പൂർത്തീകരിക്കുന്ന ഒരു ഏർപ്പാടാവണം. ഓരോ കുട്ടിയെയും കംപ്ലീറ്റ് ചെയ്യുക. ഓരോ കുട്ടിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസാണുള്ള, ഇമോഷണലായിട്ട് നീഡ്സ് ഉള്ള കുട്ടികളുണ്ട്, മാനസികമായ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട്, ശാരീരികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ട്, വ്യക്തിത്വപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ട്, വീട്ടിൽ പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട്, അനാവശ്യമായ സമ്മർദ്ദവും മറ്റും നേരിടുന്ന കുട്ടികളുണ്ട്. പല കുട്ടികളും പ്രത്യേകിച്ച് ഇതുപോലുള്ള പ്രീമിയമായിട്ട് പറയുന്ന സ്ഥലങ്ങളിലൊക്കെയുള്ള കുട്ടികൾ അമിതമായ പ്രഷർ അനുഭവിക്കുന്ന കുട്ടികളാണ്. പ്രഷർ ഫോർ പെർഫോമിങ്. ഇത് ഭയങ്കര അപകടകരമായ ഒരു കാര്യമാണ്. എല്ലാ കുട്ടികളും ഇതൊന്നും താങ്ങാനുള്ള കരുത്തുള്ളവരല്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾക്ക് നല്ല ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളത് എല്ലാ സ്കൂളുകളിലും, എത്ര വലിയ സ്കൂളാണെങ്കിലും ആ സ്കൂളുകളിലൊക്കെ മാതാപിതാക്കൾക്ക് വളരെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള കൗൺസിലേഴ്സിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെയും ഒക്കെ ട്രെയിനിങ് ഉണ്ടാവണം. അത് ഇല്ലാത്തതൊരു വലിയ ദുരന്തമാണ്. വേറൊന്ന്, അധ്യാപകർക്ക് യാതൊരു ട്രെയിനിങ്ങും ഇല്ല. ഇതുപോലുള്ള വലിയ വലിയ സ്കൂളുകളിലെ അധ്യാപകരെ ആരാണ് പരിശീലിപ്പിക്കുന്നത്? അവർക്ക് കുട്ടികളെ മനസ്സിലാക്കാനും കുട്ടികളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും ഒരു പ്രശ്നം കണ്ടാൽ അതിനെ എങ്ങനെ റിവേഴ്സ് ചെയ്യാമെന്ന് പഠിപ്പിക്കാനുമുള്ള യാതൊരു ട്രെയിനിങ്ങുകളും നടക്കുന്നില്ല. അതിലൊക്കെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ട്രെയിനിങ്ങുകൾ അവർക്ക് ആവശ്യമാണ്. കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ഗൈഡൻസും കൗൺസിലിങ്ങും ഒക്കെ ആവശ്യമാണ്. അവരുടെ ഉള്ളിലൊക്കെ ഒരുപാട് തരത്തിലുള്ള ആശങ്കകളും സ്വപ്നങ്ങളും വെല്ലുവിളികളും ഒക്കെയുണ്ട്, പേടികളുണ്ട്. ഇതൊക്കെ മാറ്റിയെടുക്കാൻ നിരന്തരമായിട്ട് അത്തരം പ്രവർത്തനങ്ങളൊക്കെ ആവശ്യമാണ്. പല സ്കൂളിലും പറയുന്ന അവർക്ക് സമയമില്ല, കാരണം ഈ സിലബസ് എല്ലാം പഠിപ്പിച്ച് തീർക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇത്തരം പരിപാടികളൊന്നും വേണ്ട. ഇതൊരു ഓപ്ഷനല്ല. ഒരു കാലത്ത് ഇത് വേണമെങ്കിൽ നടത്താൻ പറ്റുന്നൊരു കാര്യമായിരുന്നു. ഇന്നതല്ല. ഇന്നതൊരു ഇന്നവിറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇനിയും നമ്മുടെ കുഞ്ഞുങ്ങളിങ്ങനെ ജീവിതം ഇട്ടെറിഞ്ഞിട്ട് പോകും. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല എന്ന് എഴുതി വെച്ചിട്ട് പോകണമെങ്കിൽ എത്ര ദാരിദ്ര്യമുള്ളതാണ് നമ്മുടെ ലോകം എന്ന് തിരിച്ചറിയുക.